വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അക്ഷരങ്ങൾ മഖ്റജ് അനുസരിച്ച് നമുക്ക് പൊതുവെ പറയുമ്പം 28 അക്ഷരങ്ങളാണ് ഉള്ളത് അല്ലേ. പക്ഷേ ഹംസയും ഹംസത്തുൽ വസ്ലും എല്ലാം കൂടെ ചേർത്ത് പറയുകയാണെങ്കിൽ നമുക്ക് 30 അക്ഷരങ്ങളാണുള്ളത്. അപ്പോൾ ഈ അക്ഷരങ്ങളുടെ ഉത്ഭവസ്ഥാനം, അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥാനം, അതിനാണ് മഖ്റജ് എന്ന് പറയുന്നത്. ഓരോ അക്ഷരങ്ങളും തൊണ്ടയിൽ നിന്നും പുറപ്പെടുന്ന അക്ഷരങ്ങളുണ്ട്, നാവിൽ നിന്നും പുറപ്പെടുന്ന അക്ഷരങ്ങളുണ്ട്, അതുപോലെ ചുണ്ടുകൾ ചേർത്ത് പിടിച്ച് പറയുന്ന അക്ഷരങ്ങളുണ്ട്. അങ്ങനെ ഓരോ അക്ഷരങ്ങൾക്കും മഖ്റജുകളുണ്ട്, അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥാനങ്ങളുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് മഖ്റജ് എന്ന് പറഞ്ഞാൽ എന്താ? അക്ഷരം പുറപ്പെടുന്ന സ്ഥാനം. ഓക്കെ, ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കാം. അലിഫ്, അലിഫ്, ഇതാണ് അലിഫ് അല്ലേ. അലിഫ് എന്ന് പറയുമ്പം അലിഫിന് പ്രത്യേകിച്ചൊരു ശബ്ദമില്ല, അത് ദീർഘിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. ഓക്കെ, അലിഫിന് പ്രത്യേകിച്ച് ഒരു ശബ്ദവും ഇല്ല കേട്ടോ, അത് മനസ്സിലാക്കുക. പിന്നെ ഹംസ, ഹംസ, ഹംസ എന്ന് പറയുമ്പം ഈ ഹംസയുടെ മഖ്റജ് എവിടെ നിന്നാണ് വരുന്നത്? തൊണ്ടക്കുഴിയിൽ നിന്ന്. തൊണ്ടയുടെ അങ്ങേ അറ്റം തൊണ്ടക്കുഴിയിൽ നിന്നുമാണ് ഹംസയുടെ ശബ്ദം വരുന്നത്. തൊണ്ടക്കുഴിയിൽ നിന്ന്, നെഞ്ചോടടുത്ത ഭാഗം, ഹംസ, ഹംസ, ഹംസ. ഓക്കെ, ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ലെറ്റേഴ്സിൻ്റെ മഖ്റജ് ഒന്ന് നോക്കാം കേട്ടോ. ബ, ബ, ബൻ്റെ സൗണ്ട് വരുന്നത് 2 ചുണ്ടുകൾ കൂടി ചേർന്നിട്ടാണ് ബ എന്നുള്ള സൗണ്ട് പുറത്ത് വരുന്നത്. ഓക്കെ, ബ, ബ. ഓക്കെ, 2 ചുണ്ടുകൾ കൂടി ചേരുമ്പോൾ ബ, ബ പറയുമ്പോൾ 2 ചുണ്ടുകളും കൂടി ചേർന്നിട്ടാണ് വരുന്നത് അല്ലേ. ഓക്കെ, നെക്സ്റ്റ് ത, ത, ത. തൻ്റെ മഖ്റജ് വരുന്നത് നാവിൻ്റെ അറ്റവും മേലെ മുൻപല്ലുകളുടെ മുരടും ചേർന്നുകൊണ്ടാണ് ത എന്നുള്ള സൗണ്ട് പുറത്തേക്ക് വരുന്നത്. നാവിൻ്റെ അറ്റവും മേലെയുള്ള മുൻപല്ലുകളുടെ മുരട് ഭാഗവും ചേർന്നിട്ടാണ് ത എന്നുള്ള സൗണ്ട് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് സ, സ, സൻ്റെ മഖ്റജ് നാവിൻ്റെ അറ്റവും മേലെ മുൻപല്ലുകളുടെ അറ്റവും. നാവിൻ്റെ അറ്റം എവിടെ തട്ടണം? മേലെ മുൻപല്ലുകളുടെ അറ്റത്തിൽ തട്ടണം. അപ്പോഴാണ് സ എന്നുള്ള സൗണ്ട് വരുന്നത്. ഓക്കെ, ഇൻഷാ അല്ലാഹ് നമുക്ക് ജീമിൻ്റെ മഖ്റജ് ഒന്ന് നോക്കാം. ജീം, ജീം അല്ലേ, ഒറ്റ ഡോട്ട് ഉള്ളിൽ അല്ലേ, ജീമിൻ്റെ ഉള്ളിലാണ് ഡോട്ട് വരുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ ഈ ജീമ്, ജീമ്, ജീമിൻ്റെ മഖ്റജ് എവിടെ നിന്നാണ് വരുന്നത്? നാവിൻ്റെ നടുഭാഗം, നാവിൻ്റെ മധ്യഭാഗം, മധ്യഭാഗം എന്ന് പറഞ്ഞാൽ നാവിൻ്റെ നടുഭാഗവും, നടുഭാഗം എവിടെയാണ് തട്ടുന്നത്? മേലെ അണ്ണാക്കിൻ്റെ മുൻവശത്ത് ചേർന്ന് തട്ടിയിട്ടാണ് ജീം, ജീം എന്നുള്ള ശബ്ദം വരുന്നത്. ഹ, 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 ഇതാണ് ഹ അല്ലേ. ഡോട്ടൊന്നും ഇല്ല അല്ലേ ഇതിന്. ഈ ഹ വരുന്നത് തൊണ്ടയുടെ നടുക്ക് നിന്നാണ്, തൊണ്ടയുടെ മധ്യഭാഗത്ത്. മധ്യഭാഗം എന്ന് പറഞ്ഞാൽ നടു അല്ലേ. തൊണ്ടയുടെ നടുക്ക് നിന്നാണ് ഹ, ഹ എന്നുള്ള ശബ്ദം വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഹോ, ഹോ, ഹോ വരുന്നത് തൊണ്ടയുടെ മുകൾ ഭാഗത്ത് നിന്ന്. തൊണ്ടയുടെ മുകൾ ഭാഗം എന്ന് പറഞ്ഞാൽ തൊണ്ടേൻ്റെ അവിടുന്ന് വായോടടുത്ത ഭാഗം. തൊണ്ടയുടെ മുകൾ ഭാഗം എന്ന് പറഞ്ഞാൽ വായോടടുത്ത ഭാഗത്ത് നിന്നുമാണ് ഹ എന്നുള്ള ശബ്ദം വരുന്നത്. ഹ, ഒരു തരിപ്പ് പോലെ അല്ലേ, ഹ. ഓക്കെ,
നെക്സ്റ്റ് നമുക്ക് ദാലിൻ്റെ മഹ്റജ് ഒന്ന് നോക്കാം. ദാൽ, ദാൽ ഏതാണ് ദാൽ? ഇതാണ് ദാൽ അല്ലേ? ദാൽ. ദാലിൻ്റെ മഹ്റജ്, ദാലിൻ്റെ ശബ്ദം വരുന്നത് എവിടെന്നാ? നാവിൻ്റെ അറ്റവും മേലെ മുൻപല്ലുകളുടെ മുരടും. നമ്മൾ ത എന്ന് പറഞ്ഞപ്പോൾ അതേപോലെ തന്നെ ദ ദ ദ. നാവിൻ്റെ അറ്റം എവിടെയാണ് തട്ടുന്നത്? മേലെയുള്ള മുൻപല്ലിൻ്റെ മുരടിലാണ് നാവിൻ്റെ അറ്റം തട്ടുന്നത്. അപ്പോഴാണ് ദ ദ എന്നുള്ള ശബ്ദം വരുന്നത് കേട്ടോ. ദ ദ അല്ലേ? ഓക്കെ. അടുത്തത് വളരെ സോഫ്റ്റ് ആയിക്കൊണ്ട് അല്ലേ? ലാലിൻ്റെ ശബ്ദം വരുന്നത് നാവിൻ്റെ അറ്റവും മേലെ മുൻപല്ലുകളുടെ അറ്റവും. നാവിൻ്റെ അറ്റം എവിടെയാ തട്ടുന്നത്? മേലെയുള്ള മുൻപല്ലുകളുടെ അറ്റത്താണ് തട്ടുന്നത്. അപ്പോഴാണ് ലാൽ എന്നുള്ള ശബ്ദം വരുന്നത്. ലാൽ. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അടുത്തത് റോ. റോ, ഇതാണ് റോ. അതിൻ്റെ ഒരു ശബ്ദം വരുന്നത് നാവിൻ്റെ അഗ്രത്തിൻ്റെ പുറം ഭാഗം, നാവിൻ്റെ അറ്റത്തിൻ്റെ പുറം ഭാഗവും മേലെ മോണയും. നാവിൻ്റെ അറ്റത്തിൻ്റെ പുറം ഭാഗം എവിടെയാ തട്ടുന്നത്? മേലെ മോണയിൽ തട്ടുന്നു. റോ 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 റോ. കുറച്ച് ഹെവി ആക്കിയിട്ട് വേണം കേട്ടോ പറയാൻ. റ എന്ന് പറയരുത്, അപ്പം അതിൻ്റെ ആ ഒരു മഹ്റജ് പോയി പോവും. ഓക്കെ. നെക്സ്റ്റ് സൈ. സൈ സൈ സ എന്നുള്ള ശബ്ദം വരുന്നത് നാവിൻ്റെ അറ്റം. ഇതൊക്കെ നാവിൻ്റെ ഒരു ഇതിൽ പെടുന്നതാണല്ലേ. നമ്മളിപ്പോൾ പറഞ്ഞതൊക്കെ നാവിൽ നിന്നും വരുന്ന ശബ്ദങ്ങളാണ് ഇപ്പം നമ്മൾ ഒരുവിധം പറഞ്ഞതെല്ലാം അല്ലേ. സ വരുന്നത് നാവിൻ്റെ അറ്റവും മുൻപല്ലുകളുടെ ഇടയും ചേർന്നിട്ടാണ് സ എന്നുള്ള ശബ്ദം വരുന്നത്. എവിടെയാണ് തട്ടുന്നത്? നാവിൻ്റെ അറ്റവും മുൻപല്ലുകളുടെ ഇടയും. രണ്ട് മുൻപല്ലുകളുടെ ഇടയും രണ്ട് മുൻപല്ലുകളുടെ ഇടയിൽ നിന്നാണ് നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇടയിൽ തട്ടുമ്പോഴാണ് എന്നുള്ള ശബ്ദം വരുന്നത് കേട്ടോ. ഓക്കെ. അടുത്തത് സീൻ. ഏതാണ് സീൻ? സീൻ. സീനിൻ്റെ ശബ്ദം വരുന്നത് എവിടെ നിന്നാണ്? ഇതും നാവുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെ കേട്ടോ. സീനിൻ്റെ ശബ്ദം വരുന്നത് നാവിൻ്റെ അറ്റവും മുൻപല്ലുകളുടെ ഇടയും. നാവിൻ്റെ അറ്റവും മുൻപല്ലുകളുടെ ഇടയും. സീൻ സീൻ സീൻ. മുൻപല്ലുകളുടെ ഇടയും നാവിൻ്റെ അറ്റവും കൂടെ ചേരുമ്പോഴാണ് സീൻ എന്നുള്ള ശബ്ദം വരുന്നത് കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് ഷീൻ. ഷീൻ. ഷീൻ എന്ന് പറയുമ്പം ആ ഷീനിൻ്റെ ശബ്ദം വരുന്നത് നാവിൻ്റെ നടുഭാഗം മേലണ്ണാക്കിൻ്റെ മുൻവശത്ത് ചേർന്ന് തട്ടുമ്പോഴാണ് ഷീൻ ഷീൻ ഷീൻ. ഓക്കെ. നാവിൻ്റെ നടുഭാഗം മേലെ അണ്ണാക്കിൻ്റെ മുൻവശത്ത് മേലെ അണ്ണാക്കിൻ്റെ മുൻവശത്ത് ചേർന്ന് വരുമ്പോഴാണ് ഷീൻ എന്നുള്ള ശബ്ദം വരുന്നത്. ഓക്കെ. അടുത്തത് സ്വാദ്. സ്വാദ് 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 എന്നുള്ള ഇതാണല്ലേ സ്വാദ്. സ്വാദ് സ്വാദ് എന്നുള്ള ശബ്ദം വരുന്നത് എവിടെ നിന്നാ? നാവിൻ്റെ അറ്റവും മുൻപല്ലുകളുടെ ഇടയും. നാവിൻ്റെ അറ്റവും മുൻപല്ലുകളുടെ ഇടയും. അതാണ് സ്വാദ്. സ്വാദ്. അങ്ങനെ തന്നെ പറയാൻ ശ്രമിക്കുക കേട്ടോ. സ്വാദ് സ്വാദ്. ഓക്കെ. നെക്സ്റ്റ് ലാദ്. ലാദ്. ലാദ് എന്ന് പറയുമ്പം നാവിൻ്റെ അരികുവശം അരികുവശവും അണപ്പല്ലുകളോട് ചേർന്നിട്ടാണ് ലാദ് വരുന്നത്. ഓക്കെ. വായ നിറച്ച് പറയേണ്ട ഒരു ലെറ്ററാണ് ലാദ്. ഓക്കെ. വായ നിറച്ച് പറയാനും ശ്രമിക്കുക കേട്ടോ. ഓക്കെ. അടുത്തതായിട്ട് തോ. തോ. ഏതാണ് തോ? തോ.
തോ ഉയർത്തി പറയേണ്ട ഒരു ലെറ്റർ ആട്ടോ. തോ തോ. ഓക്കെ. ഈ തോൻ്റെ ശബ്ദം എവിടുന്നാണ് വരുന്നത്? നാവിൻ്റെ അറ്റവും മേലെ മുൻപല്ലുകളുടെ മുരടും. നാവിൻ്റെ അറ്റം എവിടെയാണ് തട്ടുന്നത്? മേലെ മുൻപല്ലിൻ്റെ മുരട് ഭാഗത്ത്. തോ തോ തോ. ഓക്കെ. നെക്സ്റ്റ് ലോ ലോ ലോ. ഇതെവിടുന്നാണ് വരുന്നത്? ഈ ഒരു ശബ്ദം എവിടുന്നാണ് വരുന്നത്? നാവിൻ്റെ അറ്റവും മേലെ മുൻപല്ലുകളുടെ അറ്റത്താണ് തട്ടുന്നത്. നാവിൻ്റെ അറ്റം എവിടെയാണ് തട്ടുന്നത്? മേലെ മുൻപല്ലുകളുടെ അറ്റത്തിൽ തട്ടുമ്പോൾ ലോ ലോ എന്നുള്ള ശബ്ദം ഉണ്ടാവുന്നു. ഓക്കെ. നെക്സ്റ്റ് ഐൻ ഐൻ ഐൻ. ഈ ഐനിൻ്റെ ശബ്ദം എവിടുന്നാണ് വരുന്നത്? ഐൻ ഐൻ. തൊണ്ടയുടെ മധ്യഭാഗം, തൊണ്ടയുടെ നടുക്ക് നിന്നും വരുന്ന അക്ഷരാണ് ഐൻ ഐൻ. തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്ന്, തൊണ്ടയുടെ നടുക്ക് നിന്നും വരുന്ന അക്ഷരാണ് ഐൻ. ഓക്കെ. നെക്സ്റ്റ് ഓയിൻ ഓയിൻ ഓയിൻ. ഈ ഓയിനിൻ്റെ ശബ്ദം എവിടെ നിന്നാണ് വരുന്നത്? ഓയിൻ ഓയിൻ. തൊണ്ടയുടെ വായോടടുത്ത ഭാഗം, തൊണ്ടയുടെ മുകൾ ഭാഗം. അപ്പം തൊണ്ടയുടെ മുകൾ ഭാഗം എന്ന് പറഞ്ഞാൽ വായോടടുത്ത് വരുന്ന ഭാഗം. അവിടെ നിന്നാണ് ഓയിൻ നമ്മൾ ഗാർഗിൾ ചെയ്യുമ്പോഴുള്ള സൗണ്ട് ഉണ്ടല്ലോ, ഓയിൻ. ഓക്കെ. പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. നെക്സ്റ്റ് ഫ ഫ ഫ എന്നുള്ള സൗണ്ട് എവിടുന്നാണ് വരുന്നത്? ഏതാണ് ഫ? ദാ ഫ, ഒരു ഡോട്ടുള്ളത് അല്ലേ? ഫ. ഓക്കെ. ഈ ഒരു ഫൻ്റെ ശബ്ദം വരുന്നത് മേലെ മുൻപല്ലുകളുടെ അറ്റം താഴെയുള്ള ചുണ്ടിൽ തട്ടുന്നു. താഴെയുള്ള ചുണ്ടിൽ തട്ടുമ്പോഴാണ് ഫ ഫ ഫ. ഇനി അടുത്തത് ഓ. ഓഫാണ്. ഓഫ്. ഇതാണ് ഓഫ് അല്ലേ? ഓ ഓ എന്ന് പറഞ്ഞാൽ ഓഫിൻ്റെ ശബ്ദം വരുന്നത് നാവിൻ്റെ അങ്ങേ അറ്റത്ത് നിന്ന്, നാവിൻ്റെ മുരട് ഭാഗത്ത് നിന്ന് വരുന്ന ലെറ്ററാണ് ഓ ഓ ഓ. ഈ ഓഫ് ഈ നാവിൻ്റെ മുരട് ഭാഗം മുകളിലുള്ള അണ്ണാക്കും നാവിൻ്റെ ആ ഒരു അറ്റം, നാവിൻ്റെ മുരട് ഭാഗം മുകളിലുള്ള അണ്ണാക്കിലിങ്ങനെ തട്ടുന്ന് ചേർന്ന് വരുമ്പോഴാണ് ഓ എന്നുള്ള സൗണ്ട് വരുന്നത്. ഓ ഓ ഓ. നെക്സ്റ്റ് കാഫാണ്. കാഫ്. ഇതാണ് കാഫ് അല്ലേ? ഇത് രണ്ടും സെയിം ആട്ടോ. ഇത് രണ്ടും സെയിം ആണ്. ഇതിൻ്റെ ഷേപ്പിൽ നമ്മൾ എഴുതുമ്പം ഷേപ്പിൽ വ്യത്യാസം വരും. സ്റ്റാർട്ടിങ്ങിൽ എഴുതുമ്പം, സ്റ്റാർട്ടിങ്ങിലൊക്കെ ആകുമ്പോൾ ഈ കാഫാണ്. ഒരു വേർഡ് എഴുതുമ്പോൾ ഈ കാഫാണ് സ്റ്റാർട്ടിങ്ങിലും നടുക്കൊക്കെ വരുന്നത്. ഈ കാഫ് അവസാനത്തിലാണ് ഒരു വേർഡ് എഴുതുമ്പോൾ വരിക കേട്ടോ. രണ്ടും സെയിം ആണ്. ഈ കാഫിൻ്റെ ശബ്ദം വരുന്നത് നാവിൻ്റെ മേലറ്റവും മേലണ്ണാക്കും. നമ്മൾ പറഞ്ഞല്ലോ ഓഫ് വരുന്നത് തൊണ്ടയുടെ അങ്ങേ അറ്റത്ത് നിന്നാണെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ അതിൻ്റെ തൊട്ടിപ്പുറത്ത് കുറച്ച് മറിയാൽ എന്തായി? കാഫായി. നാവിൻ്റെ മേലറ്റവും മേലണ്ണാക്കും. നാവിൻ്റെ മുരട് ഭാഗത്ത് നിന്നും കുറച്ച് ഇങ്ങോട്ട് മാറിയിട്ട് നാവിൻ്റെ മേലറ്റവും മേലണ്ണാക്കും ചേർന്നാണ് കാഫ് വരുന്നത്. കാഫ് കാഫ് കാഫ്. കോഫിനോടടുത്ത ഭാഗം അതാണ് കാഫ്. ഓക്കെ. ശ്രദ്ധിക്കണം കേട്ടോ. നെക്സ്റ്റ് ലാം ആണ്. ലാം ലാം ലാമിൻ്റെ ശബ്ദം വരുന്നത് നാവിൻ്റെ അറ്റം മേലെ മുൻപല്ലുകൾ. നാവിൻ്റെ അറ്റം എവിടെയാണ് തട്ടുന്നത്? മേലത്തെ മുൻപല്ലുകളുടെ മോണയോട് ചേർന്നിട്ടാണ് വരുന്നത്. നാവിൻ്റെ അറ്റം മേലെ മുൻപല്ലുകളുടെ മോണയും ചേർന്നിട്ടാണ് ലാമ് വരുന്നത്. ഓക്കെ. നെക്സ്റ്റ് മീമാണ്. മീം മീം. ഇതാണ് മീം അല്ലേ? മീമിൻ്റെ ശബ്ദം എവിടെ നിന്നാണ് വരുന്നത്? രണ്ട് ചുണ്ടുകൾ ചേർന്നിട്ടാണ് മീം മീം എന്ന് നമ്മൾ ഉച്ചരിക്കാറുള്ളത്. മീം. ഓക്കെ. നെക്സ്റ്റ് നൂൻ. നൂൻ.
നൂന് എന്ന് പറയുമ്പം നൂൻ, നാവിൻ്റെ അറ്റം മേലെ മുൻപല്ലുകളുടെ മുരട് ഭാഗത്താണ് തട്ടുന്നത്. നാവിൻ്റെ അറ്റം എവിടെയാണ്? നൂൻ. നൂൻ എന്ന് പറയുമ്പം പിന്നെ നാവിൻ്റെ അറ്റം മേലെ മുൻപല്ലുകളുടെ മുരട് ഭാഗത്ത്. നൂൻ, നൂൻ. ഓക്കെ. നെക്സ്റ്റ് ഹ. 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 ഇത് രണ്ടും ഹ തന്നെയാണ് കേട്ടോ. രണ്ട് സെയിം ആണ്. എഴുതുമ്പം ഉള്ള വ്യത്യാസമാണ്. ഓക്കെ. നമ്മൾ എഴുതുമ്പം ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഈ ഹായാണ് എഴുതുന്നത്, പക്ഷേ ലാസ്റ്റിലൊക്കെ വരുമ്പോൾ ഈ ഹായാണ് വരുന്നത്. രണ്ടും സെയിം ആണ് കേട്ടോ. രണ്ടും ഹ തന്നെയാണ്. ഈ ഹ വരുന്നത് തൊണ്ടയുടെ അങ്ങേ അറ്റം, തൊണ്ട കുഴിയിൽ നിന്നുമാണ് ഹ ഹ എന്നുള്ള ശബ്ദം വരുന്നത്. നെഞ്ചോടടുത്ത ഭാഗത്ത് നിന്നും വരുന്നതാണ് ഹ ഹ. ഓക്കെ. പിന്നെ നെക്സ്റ്റ് വാവ്. വാവ്. വാവ് ആണ് അല്ലേ? വാവ്. വാവ് എന്ന് പറയുമ്പം രണ്ട് ചുണ്ടുകൾ കൂർപ്പിച്ച് വിടർത്തിയിട്ട് വേണം പറയാൻ. വ വ വ. ഓക്കെ. വ വ. വാവ് ആണ്. ഓക്കെ. വാവ്. അപ്പോൾ നമ്മൾ എങ്ങനെ പറയേണ്ടത്? വ വ വ. ഓക്കെ. ലാസ്റ്റ് ലെറ്റർ യ. യ. ലാസ്റ്റ് ലെറ്റർ യ. കണ്ടോ നിങ്ങൾ? യൻ്റെ ശബ്ദം വരുന്നത് നാവിൻ്റെ മധ്യഭാഗം, നാവിൻ്റെ നടുഭാഗം മേലെ അണ്ണാക്കിൻ്റെ നടുഭാഗത്തിൽ തട്ടുമ്പോഴാണ് യ എന്ന് വരുന്നത്. അപ്പോൾ നാവിൻ്റെ നടുഭാഗം, നാവിൻ്റെ മധ്യഭാഗം, മേലണ്ണാക്കിൻ്റെ മധ്യഭാഗവും കൂടെ ചേർന്നിട്ടാണ് യ യ എന്നുള്ള ശബ്ദം പുറത്തു വരുന്നത്. ഓക്കെ. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.